Hello everyone, welcome to HST Botany class of TOS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 4 സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി ആണ്. ആൻഡ് ഇന്നത്തെ ക്ലാസ് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചാണ്. DNA ആൻഡ് RNA സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. ആൻഡ് ദിസ് ഇസ് അവർ യൂണിറ്റ് 2 ഓഫ് മോഡ്യൂൾ 4. Let us begin with genetic material. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് ആണ്. ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ സ്പെസിഫിക് ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയലിലാണ്. The common genetic material are the DNA, that is deoxyribonucleic acid, and RNA, ribonucleic acid. ബാക്ടീരിയ ലൈക്ക് പ്രോകാരിയോട്സിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് DNA പ്രസൻറ്റ് ആയിരിക്കുന്നത്. Eukaryotes like plants and animals, DNA is found inside the nucleus. So the DNA is known as the nuclear DNA. Nuclear DNA അല്ലാണ്ട് എക്സ്ട്രാ ന്യൂക്ലിയർ സൈറ്റ്സിലും DNA പ്രസൻറ്റ് ആണ്, സച്ച് ആസ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ കാണുന്ന DNAനെയാണ് മൈറ്റോകോൺട്രിയൽ DNA ഓർ mtDNA എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്ലാന്റ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിലും DNA ഉണ്ട്. അതിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് DNA അല്ലെങ്കിൽ cpDNA എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ഒരു ഓർഗാനിസത്തിൻ്റെ എൻറ്റയർ കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദി ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഹൈറ്റ്, ഹെയർ കളർ, ഹെയർ പാറ്റേൺ, വിഷൻ, ടേസ്റ്റ്, ബിഹേവിയർ. ഒരു ഓർഗാനിസത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയലാണ്. ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ സൊമാറ്റിക് സെൽസിലും ജനറ്റിക് മെറ്റീരിയൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും. സൊമാറ്റിക് സെൽ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആകാത്ത സെൽസാണ് സൊമാറ്റിക് സെൽസ്. അപ്പോൾ സൊമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. സോ ഈ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെൽസിലും ജനറ്റിക് കോമ്പോസിഷൻ ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതേപോലെ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയി വരുന്ന സെൽസിനെയാണ് ജേം സെൽസ് എന്ന് പറയുന്നത്. ജേം സെൽസിൻ്റെ ഫോർമേഷൻ്റെ ടൈമിൽ മിയോസിസ് നടക്കുന്നുണ്ട്. മിയോസിസിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിലൂടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ജേം സെൽസിൽ ജനറ്റിക് മെറ്റീരിയൽ ഡിഫറൻസ് കാണാൻ സാധിക്കും. ബട്ട് സൊമാറ്റിക് സെൽസിൽ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. ജനറ്റിക് മെറ്റീരിയലിന് ഒരു സെല്ലിൻ്റെ അകത്ത് വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സെൽ സൈക്കിളിൽ മൈറ്റോസിസിന് മുമ്പാണ് ഈ പറയുന്ന റെപ്ലിക്കേഷൻ നടക്കുന്നത്, ദാറ്റ് ഇസ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഒരു പാരന്റ് സെല്ലിൽ എന്താണോ ജനറ്റിക് കോമ്പോസിഷൻ അത് തന്നെയായിരിക്കും ഡോട്ടർ സെൽസിലും കാണുന്നത്. ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ബയോമോളിക്യൂളാണ്. ആൻഡ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അതായത് ന്യൂക്ലിക് ആസിഡിൻ്റെ യൂണിറ്റ്സിനെയാണ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്, ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു പോളിമറിനെയാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. നൗ ഒരു ന്യൂക്ലിയോടൈഡ് എടുത്തു കഴിയുമ്പോൾ അതിന് 3 കോമ്പോണൻസ് ആണുള്ളത്. ഒരു നൈട്രജൻ ബേസ് പ്രസൻറ്റ് ആണ്, അതേപോലെ ഒരു 5 കാർബൺ ഷുഗർ പ്രസൻറ്റ് ആണ്. ഈ 5 കാർബൺ ഷുഗറിനെയാണ് പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പ്രസൻറ്റ് ആണ്. അങ്ങനെ ഈ 3ഉം ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ന്യൂക്ലിയോടൈഡിനെയാണ് ന്യൂക്ലിയോസൈഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ ബേസും ഷുഗറും കൂടെയുള്ള കോമ്പോണൻറ്റിനെ ന്യൂക്ലിയോസൈഡ് എന്നും അതിനോടൊപ്പം ഫോസ്ഫേറ്റും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയോടൈഡായി മാറുന്നത്. സോ a nucleotide with 3 components is also known as nucleoside phosphate. ഇനി ഫോസ്ഫേറ്റിൻ്റെ നമ്പർ ബേസ് ചെയ്തിട്ട് there are different kind of nucleoside phosphate. നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഒരു സിംഗിൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള ഒരു ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ഒരു സിംഗിൾ ഫോസ്ഫേറ്റ് ഉള്ള ന്യൂക്ലിയോസൈഡിനെയാണ് ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമുണ്ട്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റ് എന്നും 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്. നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് പ്യൂരിൻസ് ആകാം അല്ലെങ്കിൽ പിറമിഡൈൻസ് ആകാം. ഒരു സെല്ലിൻ്റെ അകത്ത് 5 നൈട്രജൻ ബേസസ് ആണ് ബേസിക്കലി പ്രസൻറ്റ് ആയിട്ടുള്ളത്.
ആൻഡ് ഈ നൈട്രജൻ ബേസസ് പ്യൂറിൻസിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ദേ ആർ അഡിനൈൻ ആൻഡ് ഗ്വാനൈൻ. അതേപോലെ പിറമിഡൈൻ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ദേ ആർ തൈമീൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. പ്യൂറിൻ ഡെറിവേറ്റീവ്സ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആണ്. ഇവർക്ക് 2 റിംഗ് സ്ട്രക്ചറാണ് ഉള്ളത്, അതായത് 2 റിംഗ്സ് ജോയിൻ ചെയ്തൊരു സ്ട്രക്ചറാണ് അഡിനൈനും ഗ്വാനൈനും ഉള്ളത്. നൗ അഡിനൈനിൽ ഒരു അമോണിയ ഗ്രൂപ്പ് പ്രസൻറ്റ് ആണ്, അതേപോലെ ഗ്വാനൈനിൽ കീറ്റോ ഗ്രൂപ്പാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്. നൗ പിറമിഡൈൻസ് എന്ന് പറയുമ്പോൾ സൈറ്റോസിൻ, തയമീൻ ആൻഡ് യുറാസിലാണ്. ഇവർക്കൊരു സിംഗിൾ റിംഗ് സ്ട്രക്ചറേ ഉള്ളൂ. തയമീൻ DNA-യിലാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്, യുറാസിൽ RNA-യിലാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇവർക്ക് 2 പേർക്കും കീറ്റോ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണ്. ആൻഡ് തയമീനിലൊരു എക്സ്ട്രാ മീഥൈൽ ഗ്രൂപ്പും റിങ്ങിൽ അറ്റാച്ച്ഡ് ആണ്. ഇനി ബോണ്ട് എന്ന് പറയുമ്പോൾ ഗ്വാനൈനും സൈറ്റോസിനും തമ്മിലാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതൊരു ട്രിപ്പിൾ ബോണ്ടാണ്. 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഗ്വാനൈനും സൈറ്റോസിനും തമ്മിലുള്ളത്. അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് ആയിരിക്കും. അതേപോലെ അഡിനൈനും തയമീനും തമ്മിൽ ഫോം ചെയ്യുന്നത് ഡബിൾ ബോണ്ടാണ്. 2 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഈസി ടു ബ്രേക്ക്. നൈട്രജൻ ബേസസ് ക്യാൻ ബി ഐദർ പിറമിഡൈൻ ഓർ പ്യൂറിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിറമിഡൈൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അരോമാറ്റിക് റിംഗ് ആയിരിക്കും പ്രസൻറ്റ് ആയിട്ടുള്ളത്. പ്യൂറിൻസിൽ 2 റിംഗ് ജോയിൻ ചെയ്തൊരു സ്ട്രക്ചറാണുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്പറിംഗ് കാണാം. ദിസ് ഇസ് ദ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്. അതേപോലെ പ്യൂറിൻസിൽ ഫസ്റ്റ് പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. ദിസ് ഇസ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്, 7th, 8th ആൻഡ് 9th പൊസിഷൻ. നൗ പിറമിഡൈൻസ് 3 ടൈപ്പാണുള്ളത്, തൈമീൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. അതേപോലെ പ്യൂറിൻ 2 ടൈപ്പാണുള്ളത്, അഡിനൈൻ ആൻഡ് ഗ്വാനൈൻ. നമ്മൾ ഈ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തയമീനിലും യുറാസിലും 4th പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ആണ്. ആൻഡ് തയമീൻ്റെ 5th പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്, വേറാസ് യുറാസിലിൽ മീഥൈൽ ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണ്. അതാണ് ഇവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. നൗ അഡിനൈൻ എടുത്തു കഴിഞ്ഞാൽ അഡിനൈൻ്റെ 6th പൊസിഷനിൽ ഒരു അമോണിയ പ്രസൻ്റ് ആണ്, വേറാസ് ഗ്വാനൈൻ്റെ 6th പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അഡിനൈൻ ആൻഡ് ഗ്വാനൈൻ. പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടെ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണ്. പെൻറ്റോസ് ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ് മാത്രമേ ഉള്ളൂ ഇൻ ന്യൂക്ലിയോസൈഡ്. അപ്പോൾ പെൻറ്റോസ് ഷുഗറിൻ്റെ C1 പൊസിഷൻ, അതായത് ഫസ്റ്റ് കാർബണിലേക്കാണ് നൈട്രജൻ ബേസ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നൗ നൈട്രജൻ ബേസ് ഒരു പിറമിഡൈൻ ആണെങ്കിൽ അതിൻ്റെ N1 പൊസിഷൻ, അതായത് ഫസ്റ്റ് പൊസിഷനിലുള്ള നൈട്രജനിലേക്കാണ് പെൻറ്റോസ് ഷുഗർ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നൈട്രജൻ ബേസ് പ്യൂറിൻ ആണെങ്കിൽ അതിൻ്റെ 9th പൊസിഷനിലുള്ള നൈട്രജനിലേക്കാണ് പെൻറ്റോസ് ഷുഗർ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഈ പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. നൗ തൈമീൻ എടുത്തു കഴിയുമ്പോൾ തൈമീൻ DNA-യിലാണ് കാണുന്നത്. അപ്പോൾ DNA-യിൽ വരുന്ന ഡിയോക്സി റൈബോസ് ഷുഗർ ആയിട്ടാണ് തയമീൻ്റെ N1 പൊസിഷനിൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നൗ യുറാസിൽ RNA-യിലാണ് ഒക്കെ അറിയുന്നത്. അപ്പോൾ RNA-യിൽ കാണുന്നത് റൈബോസ് ഷുഗറാണ്. അപ്പോൾ റൈബോസ് ഷുഗറിൻ്റെ C1 പൊസിഷനും യുറാസിലുള്ള N1 പൊസിഷനും തമ്മിലാണ് ഗ്ലൈക്കോസൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണുള്ളത്. ദാറ്റ് ഇസ് DNA is ഡബിൾ സ്ട്രാൻഡഡ്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നൈട്രജൻ ബേസുകൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സിമ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നതെന്ന് നോക്കാം. So thymine always pairs with adenine and guanine always pairs with cytosine. Now thymine adenine തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടാണ്. This is the first bond and this is the second bond. അപ്പോൾ thymine adenine തമ്മിലുള്ളത് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ സിമ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ആൻഡ് തയമീൻ്റെ 4th പൊസിഷനും അഡിനൈൻ്റെ 6th പൊസിഷനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ തയമീൻ്റെ 3rd പൊസിഷനും ആൻഡ് അഡിനൈൻ്റെ 1st പൊസിഷനും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് 2 ബോണ്ട്സ് ആർ ദി ഡബിൾ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ തയമീൻ ആൻഡ് അഡിനൈൻ. ഇനി ഗ്വാനിനും സൈറ്റോസിനുമാണ്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്, സെക്കൻഡ് ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് 3rd ഹൈഡ്രജൻ ബോണ്ട്, അതായത് ട്രിപ്പിൾ ബോണ്ടാണ് ഗ്വാനൈനും സൈറ്റോസിനും തമ്മിൽ ഫോം ചെയ്യുന്നത്. നൗ ഗ്വാനൈൻ്റെ 6th പൊസിഷനും അതേപോലെ സൈറ്റോസിൻ്റെ 4th പൊസിഷനും തമ്മിൽ
ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. നൗ അടുത്തതെന്ന് പറയുന്നത് ഗ്വാനൈൻ്റെ ഫസ്റ്റ് പൊസിഷനും ആൻഡ് സൈറ്റോസിൻ്റെ തേർഡ് പൊസിഷനും തമ്മിലാണ് നെക്സ്റ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് ബോണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ഓഫ് ഗ്വാനൈനും സെക്കൻഡ് പൊസിഷൻ ഓഫ് സൈറ്റോസിനും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദ ട്രിപ്പിൾ ബോണ്ട്. സോ ഗ്വാനൈൻ ആൻഡ് സൈറ്റോസിൻ തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. ആൻഡ് ദീസ് ത്രീ ആർ ദ ഹൈഡ്രജൻ ബോണ്ട് ഫോർ ദി ട്രിപ്പിൾ ബോണ്ട്. സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട രണ്ട് ടേം ആണ് ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ഷുഗർ ആൻഡ് ബേസ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഷുഗർ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് ആണ്. ഒരു ഡി എൻ എ എടുത്താലും ആർ എൻ എ എടുത്താലും അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. വി നോ അബൌട്ട് ബോത്ത് ആർ എൻ എ ആൻഡ് ഡി എൻ എ. ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ആൻഡ് ആർ എൻ എ ഇസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. ഡി എൻ എ ഡബിൾ സ്ട്രാൻഡഡ് ആണ് ആൻഡ് ആർ എൻ എ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. പിന്നെ ഡി എൻ എക്കുള്ളത് ഡിയോക്സി ഷുഗർ ആണ്, ആർ എൻ എക്കുള്ളത് റൈബോസ് ഷുഗർ ആണ്. ഇവിടെ നമ്മൾ ഡയഗ്രാമിലുണ്ട് ഡിയോക്സി ഷുഗർ ആൻഡ് റൈബോസ് ഷുഗർ. ഇത് കാരണമാണ് ഡി എൻ എനെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നും ആർ എൻ എനെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നും പറയുന്നത്. ഈ റൈബോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ പെൻറ്റോസ് ഷുഗർ ആണ്. ദാറ്റ് ഇസ് 5 കാർബൺ ഷുഗർ ആണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് പെൻറ്റോസ് ഷുഗർ. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ഒരു ഷുഗർ പ്രസൻറ്റ് ആണ് ആൻഡ് എ ബേസും പ്രസൻറ്റ് ആണ്. നൗ എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത് എന്ന് നോക്കാം. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് ബേസ്. സോ അറ്റ് ദ ബിഗിനിങ് ലെറ്റ് us ലുക്ക് അറ്റ് ദ റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗറിലേക്ക് നോക്കാം. റൈബോസ് ഷുഗറിൻ്റെ കാർബൺ പൊസിഷൻസ് ആണ് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്. റൈബോസ് ഷുഗർ ഇപ്പോൾ ഡി എൻ എയിൽ ഡിയോക്സി റൈബോസുമാണ്, ആർ എൻ എയിൽ റൈബോസുമാണ്. അപ്പോൾ ഇവരുടെ രണ്ട് പൊസിഷൻസ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കാർബൺ എന്ന് പറയുന്നത് ഇവിടെയാണ് കാണുന്നത്. ദാറ്റ് ഇസ് ഹിയർ. ദിസ് ഇസ് ദ ഫസ്റ്റ് കാർബൺ. ഹിയർ ഇസ് ദ സെക്കൻഡ് കാർബൺ. ഹിയർ ഇസ് ദ തേർഡ് കാർബൺ ആൻഡ് ദിസ് ഇസ് ദി ഫോർത്ത് കാർബൺ ആൻഡ് ഇവിടെയാണ് ഫിഫ്ത്ത് കാർബൺ പ്രസൻ്റ് ആയിരിക്കുന്നത്. അങ്ങനെ റൈബോസിൻ്റെ ഫിഫ്ത്ത് കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫസ്റ്റ് പൊസിഷനിലാണ് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. റൈബോസ് ഷുഗറിൻ്റെ ഫിഫ്ത്ത് പൊസിഷനിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. റൈബോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബൺ പൊസിഷനിലേക്കാണ് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബേസ് നമുക്കറിയാം പ്യൂറിൻസ് ആൻഡ് പിരമിഡൈൻസ് ആണ്. അത് നമ്മൾ ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യും. ഈ ബേസ് എപ്പോഴും ഷുഗറിൻ്റെ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഓർത്തിരിക്കണം. നൗ ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡി എൻ എയിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ആൻഡ് ആർ എൻ എയിൽ റൈബോസ് ഷുഗർ ആണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. ആൻഡ് ദിസ് ഡിഫറൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷൻ ഓഫ് പെൻറ്റോസ് ഷുഗർ ആണ്. സെക്കൻഡ് പൊസിഷൻ ഏതാണ്? ദിസ് ഇസ് ദി സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷനിലാണ് ഡിഫറൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഡി എൻ എ എടുക്കുമ്പോൾ അവിടെ ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ആണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിജൻ റിമൂവ് ആയ സ്റ്റേറ്റ് ആയതുകൊണ്ടിട്ടാണ് അതിനെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. ആർ എൻ എ എടുത്ത് കഴിയുമ്പോൾ റൈബോസ് ഷുഗർ ആണ്. അവിടെ സെക്കൻഡ് പൊസിഷനിൽ OH ആണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. സോ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിയോക്സി റൈബോസ് ആൻഡ് റൈബോസ് ഷുഗർ. ഇവിടെ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും ന്യൂക്ലിയോടൈഡിൻ്റെയും ന്യൂക്ലിയോസൈഡിൻ്റെയും നെയിമിംഗ് ആണ് തന്നിട്ടുള്ളത്. ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിയർ ആർ എൻ എ ആണെങ്കിൽ ബേസസ് അഡിനൈൻ, ഗ്വാനൈൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ ആയിരിക്കും. അഡിനൈൻ ആണ് ന്യൂക്ലിയോടൈഡ് ബേസ് എങ്കിൽ അതിൻ്റെ റൈബോ ന്യൂക്ലിയോസൈഡിനെയാണ് അഡിനോസിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഷുഗർ പ്ലസ് ബേസ് ആണ് ന്യൂക്ലിയോസൈഡ്. ഇവിടെ ഫോസ്ഫേറ്റ് ആബ്സെൻ്റ് ആണ്. സോ അഡിനിൻ ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ റൈബോ ന്യൂക്ലിയോസൈഡിനെ പറയുന്നത് അഡിനോസിൻ എന്നാണ്. ഗ്വാനിനാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ഗ്വാനോസിൻ എന്നും, യുറാസിലാണ് റൈബോസ് ഷുഗർ ആയിട്ട് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് യുറിഡീൻ, സൈറ്റോസിൻ ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് സൈറ്റിഡീൻ. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയോടൈഡിലും വരുന്നത്. ന്യൂക്ലിയോടൈഡിൽ ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് ബേസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അഡിനിനാണ് ബേസ് ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ റൈബോ ന്യൂക്ലിയോടൈഡിനെ പറയുന്നതാണ് അഡിനൈലേറ്റ്. ഗ്വാനിനാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഗ്വാനൈലേറ്റ്. യുറിഡൈലേറ്റ് എന്ന് പറഞ്ഞാൽ യുറാസിലായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. ആൻഡ് സൈറ്റൈഡൈലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോസിൻ ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. നൗ ഡി എൻ എയുടെ കേസ് നോക്കാം. ഡി എൻ എയുടെ കേസിൽ ബേസ് എന്ന് പറയുമ്പോൾ അഡിനൈൻ, ഗ്വാനൈൻ, തയമീൻ ആൻഡ് സൈറ്റോസിൻ ആയിരിക്കും.
അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയോസൈഡിൻ്റെ കേസ് നോക്കാം. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണുള്ളത്, ഷുഗർ ആൻഡ് ബേസ് ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്, ഫോസ്ഫേറ്റ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡി എൻ എയുടെ കേസിൽ അഡിനൈൻ ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിയോക്സി അഡിനോസിൻ. അതേപോലെ ഗ്വാനിൻ ആണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ, തൈമീൻ ആണെങ്കിൽ തൈമിഡീൻ ആൻഡ് സൈറ്റോസിൻ ആണെങ്കിൽ ഡിയോക്സി സൈറ്റിഡീൻ. അത് തന്നെയാണ് ന്യൂക്ലിയോടൈഡിൻ്റെ കേസിലും. ന്യൂക്ലിയോടൈഡിൽ ഇവിടെ ഷുഗർ, ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അഡിനിൻ ആണ് ബേസ് എങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഡിയോക്സി അഡിനൈലേറ്റ്. ഗ്വാനിൻ ആണ് പ്രസൻ്റ് ആണെങ്കിൽ ഡിയോക്സി ഗ്വാനൈലേറ്റ്. തൈമിൻ ആണെങ്കിൽ തൈമിഡിലേറ്റ് ആൻഡ് ഡിയോക്സി സൈറ്റിഡിലേറ്റ് എന്ന് പറയുന്നത് സൈറ്റോസിൻ ആണ് പ്രസൻ്റ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേര് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ വെച്ചിട്ട് ബാക്കി പേരും ഗസ് ചെയ്യാനായിട്ട് ഈസിലി പറ്റും. സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. 4 ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അഡിനൈൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആൻഡ് തൈമീൻ. ഒരു ജീനോം എടുത്തു കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും പ്രസൻറ്റ് ആയിരിക്കുന്നത്. പല കോമ്പിനേഷൻസ് ആയിട്ടായിരിക്കും, ഒരു യുണീക്ക് പാറ്റേണിലാണ് ഓരോ ജീനോമിലും ന്യൂക്ലിയോടൈഡ്സ് അറേഞ്ച് ചെയ്ത് വരുന്നത്. ആൻഡ് ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എടുത്തു കഴിയുമ്പോൾ ന്യൂക്ലിയോടൈഡ്സ് പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ പെയറിങ്ങിന് സർട്ടൻ റൂൾസും ഉണ്ട്. അതായത് there are 4 type of nucleotide, അഡിനൈൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആൻഡ് തൈമീൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. തൈമീൻ ആൻഡ് അഡിനൈൻ മേക്ക് എ പെയർ. അതേപോലെ ഗ്വാനൈൻ ആൻഡ് സൈറ്റോസിൻ മേക്ക് another പെയർ. തൈമീനും സൈറ്റോസിനും വിൽ നോട്ട് മേക്ക് പെയറിംഗ്. അതേപോലെ അഡിനൈനും ഗ്വാനൈനും വിൽ നോട്ട് മേക്ക് പെയറിംഗ്. ഇതാണ് ബേസിക് റൂൾ. This is the double helical structure of DNA. That is double stranded DNA, helically arrange ചെയ്ത പാറ്റേൺ ആണ്. ആൻഡ് ഹിയർ ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക് ബോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഐദർ സൈഡിലും ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക് ബോൺ പ്രസൻ്റ് ആണ്. ബ്ലൂ കളറിലാണ് ഫോസ്ഫേറ്റ് ആൻഡ് ദ പിങ്ക് വൺ ഇസ് ഷുഗർ. ഷുഗറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നൈട്രജൻ ബേസും പ്രസൻ്റ് ആണ്. The different nitrogen bases are adenine, thymine, guanine and cytosine. Adenine always pairs with thymine and guanine always pairs with cytosine. Adenine thymine pair double bond ആണ് and cytosine guanine pair triple bond ആണ്. ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ഇവർ പെയറിംഗ് നടക്കുന്നത്. അതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. നൗ നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള പെയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അഡിനൈൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമീൻ, ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. അഡിനൈൻ തൈമീൻ പെയർ ഡബിൾ ബോണ്ട് ആണ് ആൻഡ് ഗ്വാനിൻ സൈറ്റോസിൻ പെയർ ട്രിപ്പിൾ ബോണ്ട് ആണ്. നമുക്കിവിടെ കാണാം അഡിനൈൻ തൈമിൻ ബോണ്ട് സിമ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അതേപോലെ തന്നെയാണ് ഗ്വാനിൻ സൈറ്റോസിൻ്റെ ബോണ്ടും. ഈ ട്രിപ്പിൾ ബോണ്ട് സിമ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. ഡി എൻ എയുടെ കോമ്പോസിഷൻ ഓരോ സ്പീഷീസിലും വേരി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് an important thing, that is Chargaff's rule. Chargaff's rule പറയുന്നത് number of adenine will be equal to number of thymine. അതേപോലെ number of guanine will be equal to number of cytosine. കാരണം അഡിനിൻ ഓൾവേസ് തൈമിൻ വെച്ചിട്ടാണ് പെയർ ചെയ്യുന്നത്, ഗ്വാനിൻ ഓൾവേസ് സൈറ്റോസിൻ വെച്ചിട്ടാണ് പെയർ ചെയ്യുന്നത്. സേ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ എടുക്കുക, 100 അഡിനിൻ ഉണ്ടെങ്കിൽ അത് പെയർ ചെയ്യുന്നത് 100 തൈമിൻ ആയിട്ടായിരിക്കും. സോ നമ്പർ ഓഫ് അഡിനിൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് തൈമിൻ. അതേപോലെ 50 ഗ്വാനിൻ ഉണ്ടെങ്കിൽ അത് പെയർ ചെയ്യുന്നത് 50 സൈറ്റോസിൻ വെച്ചിട്ടായിരിക്കും. സോ 50 ഗ്വാനിൻ ഉണ്ടെങ്കിൽ 50 സൈറ്റോസിൻ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രസൻറ്റ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് Chargaff's rule. അതൊന്ന് ഷോർട്ടാക്കി പറയുവാണെങ്കിൽ നമ്പർ ഓഫ് പ്യൂറിൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പിറമിഡൈൻസ് പ്രസൻറ്റ് ഇൻ ദി ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എ. Watson and Crick model of DNA. James D. Watson and Francis H.C. Crick in the year 1953 proposed the three-dimensional structure of DNA. And according to them, DNA എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആക്സിസ് ഉണ്ട്. ഈ കോമൺ ആക്സിസിൽ കോയിൽഡ് ആയിട്ട് കാണുന്ന 2 ഹെലിക്കൽ സ്ട്രാൻഡ് ആണ് ഡി എൻ എക്ക് ഉള്ളത്. അതായത് ഡി എൻ എ എന്ന് പറയുമ്പോൾ 2 സ്ട്രാൻഡിൻ്റെ ബയോ പോളിമർ ആണ്. ഈ 2 സ്ട്രാൻഡും തമ്മിൽ കോയിൽഡ് ഫോമിലാണ് കാണുന്നത്. ഈച്ച് സ്ട്രാൻഡിന് ഒരു 5' എൻഡ് ഉണ്ട്. 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നത്. നദർ എൻഡിൽ 3' എൻഡ് എന്ന് പറയും, അവിടെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ആയിരിക്കും എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നത്. ഡി എൻ എക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 സ്ട്രാൻഡും ആൻറ്റി പാരലൽ ആയിട്ടായിരിക്കും കാണുന്നത്. ഒരു സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലായിരിക്കും, മറ്റേ സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിലായിരിക്കും. ഡി എൻ എയുടെ ഹെലിക്കിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആണ്.
ആൻഡ് ഈ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഓരോ ഹെലിക്കൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3.4 നാനോമീറ്റർ ആണ്. ഒരു ഹെലിക്സ് കഴിഞ്ഞിട്ട് അടുത്ത ഹെലിക്സ് വരുന്നത് 3.4 നാനോമീറ്റർ കഴിയുമ്പോഴാണ്. ആൻഡ് ഒരു ഹെലിക്സും മറ്റേ ഹെലിക്സും തമ്മിലുള്ള ഡിഫറൻസ് 10 ബേസ് പെയർസ് ആണ്. ഒരു ഹെലിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ കാണുന്നത് 10 ബേസ് പെയർസ് ആണ്. ആൻഡ് നമുക്കറിയാം ഈ പറയുന്ന DNA-ൽ 2 സ്ട്രാൻഡ് ഉണ്ട്. ഈ 2 സ്ട്രാൻഡ് തമ്മിൽ ബേസസും പ്രസൻ്റ് ആണ്. ഈ ബേസസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പ്രസൻ്റ് ആണ്. ആൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസസ് ആണ് പെയറിംഗ് നടക്കുകയുള്ളൂ. ദാറ്റ് ഇസ് അഡെനൈൻ പെയർസ് വിത്ത് തൈമീൻ ആൻഡ് സൈറ്റോസിൻ പെയർസ് വിത്ത് ഗ്വാനൈൻ. ആൻഡ് ഈ 2 സ്ട്രാൻഡിനെയും പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ബിക്കോസ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമ്പിൾ മോണോമർ യൂണിറ്റ് ദാറ്റ് ഇസ് ന്യൂക്ലിയോടൈഡ്. DNA-ൽ കാണുന്ന ന്യൂക്ലിയോടൈഡ് ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ വി ഹാവ് എ ഡിയോക്സി റൈബോസ് ഷുഗർ, എ നൈട്രജൻ ബേസ് ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ ഡിയോക്സി റൈബോസ് ഷുഗർ ആൻഡ് എ നൈട്രജൻ ബേസ്. ഈ പറയുന്ന ന്യൂക്ലിയോസൈഡിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ദാറ്റ് ഈസ് 3-5- ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ് 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ്സിനെ ലിങ്ക് ചെയ്യുന്നത്. നൗ നൈട്രജൻ ബേസസ് എന്ന് പറയുമ്പോൾ there are 4 kind of nitrogen bases in the DNA: adenine, cytosine, thymine and guanine. DNA ഡബിൾ ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഒരു ട്വിസ്റ്റഡ് ലാഡറിൻ്റെ പാറ്റേണിലാണ് കാണുന്നത്. ഇവരുടെ സൈഡ് എന്ന് പറയുന്നത് കാണുന്നത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അതേപോലെ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പ്രസൻ്റ് ആണ്. ഈ ലാഡറിൻ്റെ സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് നൈട്രജൻ ബേസസ് ആണ്. നൈട്രജൻ ബേസസ് തമ്മിലുള്ള കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ആണ് സ്റ്റെപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് നൈട്രജൻ ബേസസ് ആണ് ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെസ്സേജ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ആൻഡ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ 2 എസിമെട്രിക് ആയിട്ടുള്ള ഗ്രൂവ്സ് പ്രസൻ്റ് ആണ്. ഒരു ഗ്രൂവ് ലാർജർ ആയിരിക്കും, മറ്റേ ഗ്രൂവ് സ്മോളർ ആയിരിക്കും. ദ അസിമെട്രി ഓഫ് ദി ഗ്രൂവ് വരാൻ കാരണം ഫോസ്ഫേറ്റിൻ്റെയും ഷുഗറിൻ്റെയും ബോണ്ട് തമ്മിലുള്ള ജോമെട്രിക്കൽ കോൺഫിഗറേഷൻ കാരണമാണ്. ലാർജർ ഗ്രൂവിനെയാണ് മേജർ ഗ്രൂവ് എന്ന് പറയുന്നത്, സ്മോളർ ഗ്രൂവിനെയാണ് മൈനർ ഗ്രൂവ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കാണാം. 2 ഡബിൾ ഹെലിക്കിൻ്റെയും ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കാണാം. ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ദി മേജർ ഗ്രൂവ്. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ദി മൈനർ ഗ്രൂവ്. ദിസ് ഇസ് എ ഡയഗ്രാം ഷോയിങ് സ്ട്രക്ചർ ഓഫ് DNA. നമുക്കിവിടെ മേജർ ഗ്രൂവ് കാണാൻ സാധിക്കും, അതേപോലെ മൈനർ ഗ്രൂവും പ്രസൻ്റ് ആണ്. ബേസ് പെയറിങ് ഇവിടെ കാണാം, അതേപോലെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണും പ്രസൻ്റ് ആണ്. ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് DNA. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് DNA: aDNA, bDNA ആൻഡ് zDNA. aDNA എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. 11.6 ബേസ് പെയർ ആണ് പെർ ടേണിലുള്ളത്. മേജർ ഗ്രൂവ് എന്ന് പറയുന്നത് നാരോ ആൻഡ് ഡീപ്പ് ആണ്. മൈനർ ഗ്രൂവ് വൈഡ് ആൻഡ് ഷാലോ ആണ്. ഹെലിക്കൽ ലെങ്ത് ഇസ് 2.6 നാനോമീറ്റർ. ഡയമീറ്റർ ഓഫ് ദി ഹെലിക്സ് എന്ന് പറയുന്നത് 26 ആങ്സ്ട്രം. നൗ bDNA എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി ഒക്കറിങ് ടൈപ്പ് ഓഫ് DNA ആണ്. ആൻഡ് ഇതൊരു റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ DNA ആണ്. 10 ബേസ് പെയർ പെർ ടേൺ ആണ് പ്രസൻറ്റ് ആയിരിക്കുന്നത്. മേജർ ഗ്രൂപ്പ് വൈഡ് ആൻഡ് ഡീപ്പ് ആണ്. മൈനർ ഗ്രൂവ് ഇസ് നാരോ ആൻഡ് ഡീപ്പ്. ഹെലിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഒരു ഹെലിക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഹെലിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ആൻഡ് ഡയമീറ്റർ ഇസ് 20 ആങ്സ്ട്രം. zDNA എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. 12 ബേസ് പെയർ പെർ ടേൺ ആണ് ഉള്ളത്. മേജർ ഗ്രൂവ് ഫ്ലാറ്റ് ആണ്. മൈനർ ഗ്രൂവ് നാരോ ആൻഡ് ഡീപ്പ് ആണ്. ഹെലിക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 3.7 നാനോമീറ്റർ ആണ്. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി DNA ഹെലിക്സ് 18 ആങ്സ്ട്രം. ആൻഡ് ഹിയർ വി ഹാവ് ദി ഡയഗ്രാം ഓഫ് A, B ആൻഡ് zDNA. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ. എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡായിട്ട് ലിങ്ക് ചെയ്യുന്ന ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. ഈ കോവാലന്റ് ബോണ്ടിനെയാണ് 5-3- ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറാണ് കാണുന്നത്. ഇവിടെ ഷുഗർ ഉണ്ട്. ഷുഗർ എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിലേക്കാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് 5th കാർബണിലേക്കാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
ഇറ്റ് ഇസ് എ ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉണ്ട് അറ്റാച്ച്മെൻറ്റിൻ്റെ ടൈമിൽ. ആൻഡ് ബോണ്ട് ഫോർമേഷൻ്റെ ടൈമിൽ, ദാറ്റ് ഇസ് ഷുഗർ ബാക്ക് ബോൺ ഫോർമേഷൻ്റെ ടൈമിൽ നമുക്കിവിടെ കാണാം ദിസ് ഇസ് ദി ഫസ്റ്റ് ഷുഗർ ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് ഷുഗർ. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ഷുഗറിലും സെക്കൻഡ് ഷുഗറിലും എന്ത് പ്രസൻ്റ് ആണ്? 5th പൊസിഷനിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ബോണ്ട് ഫോർമേഷൻ്റെ ടൈമിൽ ഈ പറയുന്ന 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്യും. ഈ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയാണ് പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ആകെ കൂടി ഒരു മോണോ ഫോസ്ഫേറ്റ് മാത്രമാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതായത് സെക്കൻഡ് കാർബണിൻ്റെ 5th പൊസിഷനിൽ ഒരു സിംഗിൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഈ പറയുന്ന 5th പൊസിഷനിലുള്ള സിംഗിൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൽ വരുന്ന ഫസ്റ്റ് റൈബോസ്, ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ 3rd പൊസിഷനിൽ വരുന്ന ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പായിട്ടാണ് ബോണ്ട് ഫോം നടക്കുന്നത്. അങ്ങനെയാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം നടക്കുന്നത്. എങ്ങനെയാണ്? സെക്കൻഡ് ഷുഗറിൻ്റെ 5th പൊസിഷനിൽ കണ്ടുവരുന്ന മോണോ ഫോസ്ഫേറ്റും അഡ്ജസൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഫസ്റ്റ് ഷുഗറിൻ്റെ 3rd പൊസിഷനിൽ വരുന്ന ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുമായിട്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഈ പറയുന്ന പൈറോഫോസ്ഫേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തുള്ള എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ പൈറോഫോസ്ഫേറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത്.